ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ ഈ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമൊന്നുമില്ല. എത്തിക്സ് കമ്മിറ്റിക്ക് അതൊരു ശുപാർശയിൽ മാത്രമേ അധികാരമുള്ളൂ, അല്ലാണ്ട് പുറത്താക്കാൻ അധികാരമൊന്നുമില്ല. സാധാരണ എത്തിക്സ് കമ്മിറ്റി രൂപീകരിക്കുന്നത് സ്പീക്കറായിരിക്കും. ഒരു നിയമസഭയുടെ കാലാവധി കഴിയുന്നവരെയോ അല്ലെങ്കിൽ ആ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നവരെയാണ് ഈ കാലാവധിൻ്റെ 9 അംഗങ്ങൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടാവുക. ആ കമ്മിറ്റിയിൽ ഒരാൾ ചെയർമാനായിരിക്കും, അത് സ്പീക്കർ പ്രഖ്യാപിക്കും. മെമ്പർമാർക്ക് അത് ആരും പരാതിപ്പെടുത്തി കഴിഞ്ഞാൽ അത് സ്പീക്കർക്ക് പരാതി കൊടുക്കണം. സ്പീക്കർ അത് കഴമ്പട്ട് നോക്കണം. കഴമ്പട്ട് നോക്കിയ ശേഷം ഈ എത്തിക്സ് കമ്മിറ്റി കൊടുക്കും. എത്തിക്സ് കമ്മിറ്റി വീണ്ടും നോക്കണം അത് ശരിയാണ് തെറ്റാണുള്ളത്. എത്തിക്സ് കമ്മിറ്റി പരാതിക്കാരനെയും ആരോപണ വിധേയനായരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാം, ഫയലിൽ പരിശോധിക്കാം. എത്തിക്സ് കമ്മിറ്റി അന്വേഷണം കണ്ടെത്തിയ കാര്യങ്ങൾ മുഴുവൻ ഒരു റിപ്പോർട്ട് സഹിതം സ്പീക്കർ സമർപ്പിക്കണം. സ്പീക്കറാണ് ഇവ തീരുമാനിക്കുന്നത്. ആ എത്തിക്സ് കമ്മിറ്റി ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ്. അതിലവർക്ക് സാക്ഷികൾ വിളിക്കാം, മൊഴിയെടുക്കാം, തീരുമാനമെടുക്കാം. അതായത് കോടതി പോലെ തന്നെ അവർക്ക് തെളിവെടുക്കാം, അതുപോലെ തന്നെ ഫയൽ പരിശോധിക്കാം, വാദം കേൾക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഒരു റിപ്പോർട്ട് മാത്രം എടുക്കാൻ പറ്റും, അല്ലാണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ കമ്മിറ്റിക്ക് ഒരാളെ അയോഗ്യനാക്കാനൊന്നും അധികാരമൊന്നുമില്ല. ഈ എത്തിക്സ് കമ്മിറ്റി ശുപാർശകളും റിപ്പോർട്ടുകളൊക്കെ സ്പീക്കറെ കിട്ടിക്കഴിഞ്ഞാൽ സ്പീക്കർ സഭയിൽ വെക്കും. സഭയിൽ വെച്ച് കഴിഞ്ഞാൽ സഭയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്താക്കാൻ പറ്റൂ. പക്ഷേ ഒരിക്കൽ പോലും ഇവർക്ക് അയോഗ്യനാക്കാനാവില്ല. അയോഗ്യത ഉണ്ടാക്കണമെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് പീപ്പിൾസ് ആക്ട് പോലുള്ള ആ വകുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ അയോഗ്യനാക്കാൻ പറ്റൂ. ഇയാൾക്ക് തന്നെ പുറത്താക്കിയ ആൾക്കാർക്ക് തന്നെ വീണ്ടും അടുത്ത നിയമസഭാ മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിക്കാം, ഇനി വീണ്ടും MLA വരാം. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തെറ്റ് ചെയ്ത് ഏത് കാലഘട്ടം നോക്കണം. ഈ MLA ശേഷമാണോ അല്ല MLAക്ക് മുമ്പേ ആണോ എന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ചർച്ച വരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇത്തരം ആളുകൾ കോടതിയിൽ പോകും. കോടതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റെപ്രസെൻറ്റേറ്റീവ് പീപ്പിൾസ് ആക്ട് പോലുള്ള വകുപ്പ് ചേർക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ധാരാളം മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിലും പാർലമെൻറ്റിൽ പോലും ധാരാളം കൊലപാതകങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്, MP മാരുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ഈ സ്വഭാവ ദൂഷ്യമൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ നോക്കണ്ടേ. ഈ സംഭവം നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA ആയിരുന്നോന്നാണ് ഇവിടെ വിഷയം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് കേരള നിയമസഭയിലെ എത്തിക്സ് കമ്മിറ്റിയോ അല്ലെ കേരള നിയമസഭയോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി എടുത്താൽ അല്ലെങ്കിൽ പുറത്താക്കിയാൽ കോടതിയിൽ ഒരു നീണ്ട നിയമയുദ്ധത്തിന് സാധ്യതയുണ്ട്.